ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ആശീർവാദ് സിനിമാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. റിട്ടൺ ബൈ വൈ രാജേഷ്, അനൂപ് രവീന്ദ്രൻ. DOP അലക്സ് ജെ പുളിക്കൽ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS. ബ്ലോക്ക് ബസ്റ്റർ ആയ മാർക്കോയ്ക്ക് ശേഷം വന്ന ഉണ്ണി മുകുന്ദന്റെ മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ്, സുധീഷ്, സുരഭി ലക്ഷ്മി, മുത്തുമണി, ശ്യാം മോഹൻ, അഭിരാം രാധാകൃഷ്ണൻ, ദിനേശ് പ്രഭാകർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിനെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. അർജുൻ എന്ന ഉണ്ണിയുടെ ക്യാരക്ടർ എന്തുകൊണ്ട് ഗൈനക്കോളജി തിരഞ്ഞെടുത്തു എന്ന് സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും അപാര ട്വിസ്റ്റുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മൂവിയാണ്. സിനിമ തുടങ്ങുന്നത് അർജുൻ എന്ന കഥാപാത്രത്തിന്റെ മെഡിക്കൽ കോളേജ് ലൈഫ് കാണിച്ചുകൊണ്ടാണ്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിലൂടെ ഒരു വെൽ നോൺ IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രങ്ങളും ആളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നേരിടുന്ന ചലഞ്ചസുമാണ് ഈ സിനിമയുടെ തീം. ഇതൊരു മെഡിക്കൽ റിലേറ്റഡ് സിനിമ അല്ലെങ്കിൽ ആ ഒരു ത്രെഡിൽ പോകുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അധികം കോംപ്ലിക്കേഷൻസോ ട്വിസ്റ്റുകളോ ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഇതിലെ കഥാപാത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ടാകുന്നതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുമായ ചില ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, ഈവൻ ലീഡ് റോൾസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ഇല്ല. മേ ബി ഈ സിനിമ അത്രയും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടും അല്ല ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു നോർമൽ ക്യാരക്ടേഴ്സ്, അവർക്ക് കിട്ടിയ റോൾസ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ റീസെന്റ് കണ്ടുവന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര വയലൻസ്, ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് മൂവീസ്, ഭയങ്കര ഡാർക്ക് ഷെയ്ഡുള്ള സിനിമകൾ, ഭയങ്കര സീരിയസ് സിനിമകൾ, അങ്ങനെയൊക്കെയാണ് കൂടുതലും അടുത്തിടെയായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന സിനിമകൾ. ഇപ്പം ഉണ്ണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ മാർക്കോയിൽ നിന്ന് നേരെ ഇതിലേക്ക്, ഇത് പക്ഷെ മാർക്കോയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ആ ഒരു സിനിമകളൊക്കെ കണ്ടിട്ട് ഈ ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവി കാണുമ്പം എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഇതിന്റെ വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. പിന്നെ ഈ ഒരു സെയിം പ്ലോട്ടിലുള്ള സിനിമകൾ ഇതിനു മുന്നേ ഇപ്പൊ റീസെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ വിശേഷവും അൻപോട് കൺമണിയും ഒക്കെ ഏകദേശം ഈ ഒരു ത്രെഡ് വരുന്ന രീതിയിലാണ് സിനിമ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ സിനിമാസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ത്രെഡിൽ വരുന്ന മൂവീസ്. അപ്പൊ സിനിമ കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ഒന്നും വെച്ച് പോവാണ്ട് ഒരു നല്ല കൂളായിട്ട് പോയി കാണാൻ പറ്റുന്ന, കുറച്ച് സമയം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. എനിക്ക് പേഴ്സണലി സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി, ശരിക്കും നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും കഥ പോകുന്ന രീതിയാണെങ്കിലും ടെയിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇങ്ങനെ പോകുന്ന ഒരു പ്ലോട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. എൻഡ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു മൂവി തന്നെയായിട്ടാണ് എനിക്ക് ഗെറ്റ് സെറ്റ് ബേബി തോന്നിയത്. ബേസിക്കലി ഞാനൊരു ഉണ്ണിമുകുന്ദൻ ഫാൻ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഉണ്ണിയുടെ കാലിബറിന് പറ്റിയ സിനിമകളൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ മാർക്കോ അതിനെല്ലാം പൊളിച്ചെഴുതിയ സിനിമ തന്നെയായിരുന്നു. ഗെറ്റ് സെറ്റ് ബേബിയും ഒട്ടും മോശമല്ലാത്ത സിനിമ തന്നെയാണ്. ഇനിയും നമുക്ക് നല്ല നല്ല മികച്ച കഥാപാത്രങ്ങൾ ഉണ്ണിൽ നിന്നും കിട്ടട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, സൈനിങ് ഓഫ്. താങ്ക് യു.